അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നാളെ മുതലേ അനിശ്ചിതകാല ഓൺലൈൻ ടാക്സി പണിമുടക്ക് ആരംഭിക്കുകയാണ്. ഊബർ, ഓല, റാപ്പിഡോ, കേരള സഫാരി എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സംയുക്തമായിട്ട് നമ്മൾ താൽക്കാലികമായി അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഊബർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വെറുതെ കാശ് കൊടുത്തില്ലായിരുന്നു. ഓൺലൈൻ കിടക്കുമ്പോൾ വെറുതെ ഓൺലൈൻ കിടന്നാൽ മതി, കാശ് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അത് കാലക്രമേണ മാറിയിട്ട് മിനിമം 500 വരെയായി. മിനിമം ചാർജ് 500, പിന്നെ 300ആയി. വന്ന് വളരെ എന്താ പറയുക 100 താഴെ വരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറോട് ഒരു ചാർജ് മേടിച്ചിട്ട് നമുക്ക് ആ ചാർജ് കൃത്യമായി തരാതെ അമിതമായ കമ്മീഷനും ഒക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോലുള്ള ഇങ്ങനെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് വലിയ പാടായിരിക്കും. കാരണം നമ്മൾ വണ്ടിയുടെ മെയിൻ്റനൻസ്, EMI, മറ്റു കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളെ പഠിപ്പ്, മറ്റ് ഫാമിലി പരമായ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഓരോരുത്തർക്കും. എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതെല്ലാവരും കൂടി വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മാന്യമായൊരു തുക കിട്ടുള്ളൂ. പിന്നെ നമ്മളൊക്കെ 10-20 വർഷം ഇതേ ഫീൽഡിലുള്ളതുകൊണ്ട് നമ്മുടെ പേഴ്സണലായ ഓട്ടങ്ങളും മറ്റു ഓഫീസിൽ നിന്നും കമ്പനിയിൽ നിന്നും മറ്റുള്ള വക്കീൽ ഓഫീസിൽ നിന്നൊക്കെ ഓട്ടങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ ഓടുന്നതിന് കുഴപ്പമില്ല. ടാക്സി പണി കൊണ്ടൊക്കെയല്ല, ഓൺലൈൻ ടാക്സികൾ അവരുടെ പ്ലാറ്റ്ഫോം നമ്മൾ താൽക്കാലികമായിട്ട്, അത് ഊബർ, ഓല, റാപ്പിഡോ, കേരള സഫാരി, എല്ലാ സുഹൃത്തുക്കളും സഹകരിക്കുക. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഓൾ കേരള പണിമുടക്കാണ്. ഓൾ കേരള ഉള്ള എല്ലാ ഓൺലൈൻ ടാക്സികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുക. എന്നാലേ നമുക്ക് മാന്യമായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് സാധാരണ എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. 100 പേര് സ്ട്രൈക്ക് നിൽക്കുമ്പോൾ 10 പേര് എങ്ങനെ ഇടയ്ക്ക് ഓടും. അപ്പോൾ ദൈവത്തോർത്ത് അത് നിൽക്കാതിരിക്കുക. എല്ലാവരും കൂടി സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് നാളെ മുതൽ ഒരുപാട് ശക്തിയായിട്ട് നമുക്ക് സ്ട്രൈക്ക് ആരംഭിക്കാം. പേഴ്സണൽ ട്രിപ്പുകൾ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൺലൈനിൽ നമ്മൾ ട്രിപ്പ് എടുക്കാതിരിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ നമുക്ക് വേറെ ഒരു വീടിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നോ അങ്ങനെ ട്രിപ്പുകളൊക്കെ എടുക്കുന്നതിനൊന്നും അതൊന്നും കുഴപ്പമില്ല. ഓൺലൈൻ ട്രിപ്പുകൾ എടുക്കാതിരിക്കുക. അതാണ് നമ്മൾ ബഹിഷ്കരിച്ച് നമുക്ക് പറ്റുന്നൊരു ചാർജിലേക്ക് എത്താൻ എല്ലാവരും കൂടി ശ്രമിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ സമരം വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കട്ടയ്ക്ക് നിൽക്കണം കേട്ടാ.